guys, welcome back to Silent Learning. It's me Shribhama SB. അപ്പോൾ മിസ്സിന്റെ മക്കളെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കാന്ന് മിസ്സിന് അറിയാം. നമ്മുടെ എക്സാം എല്ലാം തീർന്നു, സെറ്റ് അല്ലടാ, പവർ അല്ലേ, റെഡി അല്ലേ? അപ്പോൾ എക്സാം ഒക്കെ കഴിഞ്ഞതിന്റെ കംപ്ലീറ്റ് എന്താണ് ടെൻഷനൊക്കെ മാറി ഇപ്പോൾ ഫ്രീ ആയിട്ട് നിങ്ങൾ ഇരിക്കുകയാണെന്ന് അറിയാം. അപ്പോൾ നിങ്ങളെ കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അത് വലിയ കാര്യങ്ങളായിട്ട് പഠിപ്പിക്കാനും കാര്യങ്ങളൊന്നുമല്ല, കാരണം നിങ്ങൾക്ക് ഇനി വെക്കേഷൻ ആണ്, ഫുൾ എൻജോയ് ടൈമാണെന്ന് മിസ്സിന് അറിയാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കുറച്ച് സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ്. സർപ്രൈസ് നിങ്ങൾക്ക് ഇഷ്ടമാണല്ലോ, അപ്പോൾ സർപ്രൈസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഇന്ന് മിസ് പറയുന്നുള്ളൂ. അപ്പോൾ എന്തൊക്കെയാണ് അതിന്റെ പരിപാടി നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നിങ്ങളുടെ വെക്കേഷൻ പ്ലാനുകളൊക്കെ? ഇനി ഫുൾ ആഘോഷങ്ങളാണല്ലോ അല്ലെ. ഇപ്പൊ സെലിബ്രേഷൻസിന്റെ ആ ഒരു വൈബിലാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ക്രിസ്മസ് വരാൻ പോകുന്നു, ന്യൂ ഇയർ വരാൻ പോകുന്നു, അവിടെ ട്രിപ്പ് പോകണം, ഇവിടെ ട്രിപ്പ് പോകണം. പോരാത്തതിന് 12 കുറച്ച് ദിവസങ്ങൾ കൂടുതൽ എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് വെക്കേഷൻ ആയിട്ടും കിട്ടി. ഇതിൽ കൂടുതൽ എന്ത് വേണം അല്ലെ? അപ്പൊ ആഘോഷങ്ങളുടെ നാളാണ് ഇനി അങ്ങോട്ടേക്ക്. ഫുൾ കളറാണ്, വൈബാണ്, സെറ്റാണ്. അപ്പൊ ഇനി ആദ്യം വരാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് ആണ്. അപ്പൊ ക്രിസ്മസിൽ എന്തൊക്കെയാണ് അങ്ങോട്ട് പരിപാടി? ചിലർ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, ചിലർ ഫാമിലി ആയിട്ട് എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടാവും, ചിലരാണെങ്കിലോ ഫ്രണ്ട്സിന്റെ അടുത്ത് പോകണം, ഗെയിം കളിക്കണം, അത് ഇത് കിടന്നുറങ്ങണം, എന്തൊക്കെ പ്ലാനുകളാണ് നിങ്ങൾക്ക് അല്ലെ. അപ്പൊ ഈ പ്ലാനുകളുടെ ഒക്കെ ഇടയിൽ കുഞ്ഞായിട്ടുള്ള കുറച്ച് കാര്യം കൂടെ മിസ് ഒന്ന് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളുടെ ഈ ഒരു പരീക്ഷ കഴിഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണും എത്രത്തോളം നിങ്ങൾ പഠിച്ചു, എത്രത്തോളം അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി പറ്റി എന്നുള്ളത്. ചിലർക്ക് വിചാരിച്ച സാധനങ്ങളൊന്നും മൈൻഡിൽ എഴുതുന്ന സമയത്ത് കിട്ടുന്നില്ല, പഠിച്ചിട്ടാണ് പോകുന്നത് പക്ഷെ എഴുതാൻ കിട്ടുന്നില്ല. അപ്പൊ അവിടെ പ്രശ്നം എന്താണ്? നമ്മൾ പഠിച്ചതിന്റെ മെത്തേഡിൽ എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ റിവിഷൻ ചെയ്തതിൽ എന്തോ പ്രശ്നമുണ്ട് അല്ലെ. അപ്പൊ ഇനി ഉള്ള ദിവസത്തില് നമുക്ക് ഒരുപാട് ദിവസമുണ്ട്. ആ ദിവസത്തിന്റെ ഇടയിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചുകൂടെടാം. നമുക്കിനി എന്താ ചെയ്യാൻ പറ്റുക? അടുത്ത ഒരാഴ്ച നമുക്ക് വരാൻ പോകുന്നതിനെ കുറച്ചായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഫുൾ ആയിട്ടൊന്നും വേണ്ടേ, ഫുൾ ദിവസം ഒന്നും വേണ്ട. വെക്കേഷൻ ആണ്, എൻജോയ് ചെയ്യണതൊക്കെ വേണം. അതിൻ്റെ ഒപ്പം തന്നെ പബ്ലിക് എക്സാമിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചെറിയൊരു ഓർമ്മ കൂടെ വേണം. നമ്മുടെ എക്സാം വരാൻ ഇനി അധിക ദിവസമൊന്നുമില്ല അല്ലെ. കുറച്ച് ദിവസം കൂടെ അടുത്ത പരീക്ഷ, ഒന്ന് കഴിയുമ്പോഴേക്കും അടുത്തത്. ഇതാണ് നമ്മുടെ അവസ്ഥ. അപ്പൊ ആ പരീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ 7ാം ക്ലാസ്സിലോട്ട് കടക്കാൻ പോകുന്ന ഒരു പരീക്ഷാ സമയമാണ്. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. ഈ ഒരു വർഷം നമ്മൾ ഏറ്റവും ഫേസ് ചെയ്ത കാര്യമാണ് ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ. അതാണെങ്കിൽ നമുക്ക് മൊത്തത്തിൽ ആകെ ഒരു എന്താണ് കഷ്ടപ്പാടിന്റെ കാലം. 5ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് മാറി, 6ാം ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് മാറി, 7ാം ക്ലാസ്സിൽ മുമ്പത്തെ കൊല്ലം മാറിയത്. അപ്പൊ അടുത്ത കൊല്ലം പോകുമ്പോഴും ആ ഒരൊറ്റ കൊല്ലം നിങ്ങൾക്ക് റെഫർ ചെയ്യാനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ആകെ പെട്ടിരിക്കുകയാണ് ഗൈസ്. തെറ്റാ, പടി പാളി അല്ലെ. പക്ഷെ പടി പാളില്ല, പേടിക്കണ്ട. ഈ ടെക്സ്റ്റ് ബുക്കിലെ ചേഞ്ചുകളൊന്നും നമുക്കൊരു പ്രശ്നമല്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മുടെ ഇപ്രാവശ്യത്തെ ക്ലാസ്സുകൾ കണ്ട മക്കൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ ക്ലാസ് അടിപൊളിയായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം അല്ലേ. അപ്പോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടും അതുപോലെ ക്രിസ്മസിന് ഒരു ചെറിയ ഗിഫ്റ്റ് കൂടെ മിസ്സങ്ങ് തന്നാലോ? ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടമല്ലേ? അപ്പൊ ചെറിയൊരു ക്രിസ്മസ് സമ്മാനം സൈലത്തിന്റെ വകയായിട്ട് തരാൻ വേണ്ടിയിട്ട് പോവാണ്. എന്തായിരിക്കും ഊഹിക്കാൻ പറ്റുമോ? എന്തായിരിക്കും? നിങ്ങളുടെ കാര്യങ്ങൾ ഊഹിച്ചിട്ടുള്ള ആൾക്കാർ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. ക്ലാസ് കണ്ടതിനൊപ്പം തന്നെ കമന്റ് ചെയ്തോ. ക്ലാസ് ഒന്നും ഇല്ല, ഇത് ജസ്റ്റ് നിങ്ങളോട് സംസാരിക്കുക മാത്രമേ ഉള്ളൂ. റെഡി? അപ്പൊ ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണ് നമ്മൾ തരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇനിയുള്ള ദിവസങ്ങളിൽ പബ്ലിക് എക്സാമിന് വേണ്ടി നമ്മൾ അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം. അതും കുറച്ചായിട്ട്, ഒരുപാടൊന്നും വേണ്ട, കുറച്ച് റിവിഷൻ ചെയ്ത് പഠിക്കാം. കാര്യം എന്താണെന്ന് വെച്ചാൽ പബ്ലിക് എക്സാമിന് ആദ്യത്തെ ക്ലാസ് തൊട്ടിട്ട് അവസാനത്തെ ക്ലാസ് എന്ന് വെച്ചാൽ ഫുൾ ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് എക്സാമിന് ഉണ്ടായിരിക്കുക. ഇപ്പൊ ക്രിസ്മസ് എക്സാമിന് 3-4 ചാപ്റ്റർ വന്നപ്പോൾ തന്നെ നമ്മുടെ കിളി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് ആണെങ്കിൽ എന്തായിരിക്കണം മക്കളെ അവസ്ഥ? അപ്പൊ നമ്മൾ പഠിക്കണ്ടേ? അപ്പൊ ആ പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ കാര്യം അല്ലേ. അപ്പൊ അതിന് വേണ്ടിയിട്ടും കംപ്ലീറ്റ് റിവിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിവിഷൻ ബാച്ച് ആണ് നമ്മുടെ വജ്ര എൻഡ് ഗെയിം ബാച്ച് എന്ന് പറയുന്നത്. അത് കംപ്ലീറ്റ് എൻ്റെ മക്കൾക്ക് റിവിഷൻ ആയിരിക്കും കേട്ടോ. കംപ്ലീറ്റ് സിലബസ് റിവിഷൻ ആയിരിക്കും. അത് ഓൺലൈനായി തന്നെ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ട് ചെയ്യാം. അപ്പൊ ചോദിക്കും, എന്താ മിസ് ചെയ്തതിൽ ക്രിസ്മസിന്റെ സമ്മാനമുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 15% ഓഫില് നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്ന പ്രൈസ് റേഞ്ചിൽ നിന്നും കുറച്ച് 15% കുറച്ചിട്ട് ന്യൂ ഇയറും ക്രിസ്മസും പ്രമാണിച്ച് നമ്മൾ തരുന്ന ഓഫറാണ്. വെറും 1275 രൂപയ്ക്ക് എൻ്റെ മക്കൾക്ക് പർച്ചേസ് ചെയ്യാം ആപ്പ്. അപ്പൊ ആലോചിച്ച് നോക്കി, ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ ചെറിയൊരു സാധനം വാങ്ങിക്കണമെങ്കിൽ പോലും എത്ര പൈസയാ വരിക അല്ലെ. ഒരു ചെറിയ ഡ്രസ്സ് വാങ്ങിക്കണമെങ്കിൽ തന്നെ ഇപ്പൊ നല്ല ഡ്രസ്സിന് തന്നെ 2000 രൂപ മിനിമം ആണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അത്ര പോലും നിങ്ങൾക്ക് വരുന്നില്ല, വളരെ ചെറുതാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ മിസ് മാറിത്തരാം. ഈ ഒരു സ്കാൻ കോഡ് വെച്ച് രജിസ്റ്റർ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 9995400800 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് സീറ്റ് ഉറപ്പിക്കാം. അപ്പൊ വേഗം തന്നെ ജോയിൻ ചെയ്തോ. കുറച്ച് സമയം മാത്രമേ ഈ ഓഫറും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ, പിന്നെ കിട്ടൂലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ക്രിസ്മസും ന്യൂ ഇയറും പ്രമാണിച്ചിട്ടുള്ള ഓഫർ തന്നെയാണ് ഈ സംഭവം. റെഡി? ഇനി നിങ്ങൾ ചോദിക്കും, ഇത് മാത്രമേ ഉള്ള മിസ് ആയത്, എപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം ഇതിൽ അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടോ ചോദിച്ചാൽ യെസ്, ഉണ്ട്. എന്തായിരിക്കും? നിങ്ങൾക്ക് ഒരു ബിഗ് സർപ്രൈസ് കൂടെ മിസ് പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും വാച്ച് ഉണ്ടോടോ? ഞാൻ നോക്കട്ടെ. എൻ്റെ വാച്ച് വന്നിട്ട് കാലം കുറേ. ഒരു സ്മാർട്ട് വാച്ച് ഒക്കെ വാങ്ങിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ
പൈസ ഇല്ലാത്തോട് നടപടിയാവുന്നില്ല. അങ്ങനെ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടെങ്കിൽ എന്റെ പ്രശ്നം തീർക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങളുടെ പ്രശ്നം തീർക്കാൻ പറ്റും. ഒരു വാച്ച്, സ്വന്തമായിട്ടൊരു സ്മാർട്ട് വാച്ച് വേണം നിങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമല്ലേ? അങ്ങനെയാണെങ്കിൽ ദേ പിടിച്ചോ, നിങ്ങൾക്ക് ഒരു സ്മാർട്ട് വാച്ചിന്റെ ഒരു ഓഫറും കൂടെ ഇവിടെ തരികയാണ്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡിസംബർ 31 വരെ നിങ്ങൾ നമ്മുടെ ഈ പറയുന്ന ബാച്ച് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 6ാം ക്ലാസ്സിന്റെ വജ്ര ബാച്ച്, എന്റെ ഗെയിം ബാച്ച് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഓൾറെഡി പർച്ചേസ് ചെയ്ത മക്കളുണ്ടായിരിക്കും. ഇനി പർച്ചേസ് ചെയ്ത് 31-ാം തീയതി ഡിസംബർ 31 വരെ പർച്ചേസ് ചെയ്യാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, പർച്ചേസ് ചെയ്തു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ, നമ്മുടെ ഈ ഗീവ് അവേയിൽ പങ്കെടുക്കാം. ഈ ഗീവ് അവേയിൽ പങ്കെടുത്താൽ നിങ്ങൾക്ക് ഇതിന് സെലക്ട് ചെയ്ത 5 പേർക്ക് നമ്മുടെ സ്മാർട്ട് വാച്ച് ഫ്രീ ആയിട്ട് തരാൻ പോവാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ലക്കി, ചിലപ്പോൾ ആ ലക്കി നിങ്ങളാണെങ്കിലോ, ആ ഒരു വിന്നർ നിങ്ങളാണെങ്കിലോ, അപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് ബാച്ചിലും പർച്ചേസ് ചെയ്യാൻ പറ്റി, നമുക്ക് വാച്ചും കിട്ടി. അടിപൊളി പരിപാടിയല്ലേ? അപ്പൊ നമുക്ക് 31-ാം തീയതി വരെ ദിവസം ഉള്ളൂ. അപ്പൊ ആ ദിവസത്തിനുള്ളിൽ നിങ്ങൾ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഓഫ് റോഡ് കൂടിയിട്ടും ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പൊ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ടൈമാണ്. അതിന് സെലക്ട് ചെയ്യുന്ന 5 ഭാഗ്യശാലികൾക്ക് നമ്മൾ സ്മാർട്ട് വാച്ചുകളും തരുന്നതാണ്. എന്ത് വേണം ഇതിൽ കൂടുതൽ അല്ലേ? ഡബിൾ 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 ഡമാക്കിയല്ലേടാ മക്കളെ. അപ്പൊ ഫുൾ എൻജോയ് ചെയ്യുക. നമുക്ക് മാക്സിമം നമ്മുടെ ബാച്ചിലോട്ട് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. അടിപൊളിയായിട്ട് പഠിക്കാനുള്ള ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ഈ ബാച്ച് എന്ന് പറയുന്നത്. സോ എല്ലാ മക്കളും അടിപൊളിയായിട്ട് തന്നെ എന്ത് ചെയ്യുക, ക്രിസ്മസ് ആഘോഷിക്കുക, ന്യൂ ഇയർ ആഘോഷിക്കുക. ആഘോഷങ്ങളൊപ്പം നടക്കട്ടെ, ഒപ്പം പ്രിപ്പറേഷൻ ഇപ്പുറത്തെ സൈഡ് നടക്കട്ടെ. സോ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് മെരി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. താങ്ക് യു സോ മച്ച് മക്കളി. എല്ലാവരും മിടുക്കരായിട്ടിരിക്കുക. നിങ്ങളുടെ വിശേഷങ്ങളും കാര്യങ്ങളും താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ കാണാം. ബൈ ബൈ.